അപ്പോൾ നമ്മൾ വീണ്ടും സംഗീത ഓഡീസിൽ നിന്നുള്ളൊരു അപ്ഡേറ്റുമായിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ബാങ്കോക്കിൻ്റെയും ഇലുമിനാട്ടിയുടെയും അതുപോലെ തന്നെ ശ്രുതിയുടെ ഒക്കെ വണ്ടി കിടപ്പുണ്ടെന്ന്. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞൊരു പേരാണ് നരസിംഹ. നമ്മുടെ വാഴക്കുളത്തുള്ള നരസിംഹയുടെ വണ്ടി ഇവിടെ ചെറിയൊരു വർക്കിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടൊക്കെ ചോദിച്ചു നരസിംഹയുടെ ഇൻറ്റീരിയർ കാണിക്കാമോ എന്ന്. അപ്പോൾ ആ ഒരു ഇൻറ്റീരിയർ കണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ നമ്മളുടെ ഒരു വീഡിയോ തുടങ്ങാം. പിന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്താണ് ബസ്സിൻ്റെ സീറ്റിൻ്റെ അടിയിൽ സബ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഒരു വീഡിയോയിൽ മറ്റേ ഹൈ പോയിൻറ്റ്സും കൂടി ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു ഉപകാരമാവും. അപ്പോൾ നമുക്ക് നേരെ കയറിയിട്ട് നരസിംഹയുടെ ഇൻറ്റീരിയർ കണ്ടിട്ട് തുടങ്ങാം. അപ്പോൾ അതാ ഈ കാണുന്നതാണ് നരസിംഹയുടെ ഉള്ളിലേക്ക് കയറുന്നൊരു ഡോറ്. അവിടെ അത്യാവശ്യം നല്ലൊരു സ്റ്റിക്കർ വർക്ക് വരുന്നുണ്ട്. പിന്നെ അകത്തോട്ട് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ഒരു ബ്രൗൺ ഷെയ്ഡുള്ള ക്ലോത്തും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ എല്ലാ സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം ബ്ലാക്ക് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്പൈഡർ ഇരിക്കുന്നത് കാണാം. പിന്നെ ബാക്കിൽ നരസിംഹയുടെ പേരിലുള്ള ഒരു നെയിം ബോർഡ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ രണ്ട് ചെറിയ പഞ്ച് ബോക്സ് വരുന്നുണ്ട്. രണ്ട് സൈഡിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നോർമലി നടുക്ക് ഭാഗത്തായിട്ടാണ് പഞ്ച് ബോക്സിനെ കണ്ട് ശീലിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വണ്ടിക്കകത്ത് രണ്ട് സൈഡിലായിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബില്ലറ്റും അത്യാവശ്യം സാധാ ലൈറ്റുകളും കാര്യങ്ങളെല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ സീത്തേട്ടൻ കയറിയിട്ട് അത്യാവശ്യം എൻ്റെ സൗണ്ട് ചെക്കും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ ഒരു വണ്ടിക്കകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വർക്കിന് വേണ്ടിയിട്ടാണ് വന്നത്. അത് അധികം ടൈമും കാര്യങ്ങളൊന്നും പിടിക്കത്തില്ല. 8 ദിവസം കൊണ്ട് തന്നെ ഈ ഒരു വണ്ടി വർക്ക് ചെയ്തിട്ട് പോകും. ഇപ്പോൾ നിലവിലിപ്പോൾ പാട്ടിട്ടിട്ട് സീത്തേട്ടൻ കയറിയിട്ട് എൻ്റെ ചെക്കും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കോപ്പിറൈറ്റ് ഉള്ള സോങ് ആയതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്താത്തത്. അപ്പോൾ നമ്മളുടെ താമരയിലെ രാജേഷ് ഏട്ടനും അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ക്രൂവും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇലുമിനാട്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ട് ആ ഒരു വണ്ടി എടുക്കാനായിട്ടാണ് വന്നത്. ഈ ഒരു വണ്ടിയിൽ നമ്മൾ ചെറിയൊരു വോക്കൽ അപ്ഡേഷനാണ് കൊടുത്തത്. ഇനി ഇവരുടെ പുതിയൊരു BS6 സെഡാസ്ത്ര വണ്ടി വരാനായിട്ടുണ്ട്. ആ വണ്ടിക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇപ്പോൾ ശ്രുതിയുടെ വണ്ടി അവിടെ ഫ്രണ്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇനി നരസിംഹയ്ക്കകത്ത് ചെറിയൊരു വർക്കായതുകൊണ്ട് ആ ഒരു വണ്ടി വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിട്ട് ഇപ്പുറത്തോട്ട് ഇടുവാണ്. അപ്പോൾ വർക്ക് ചെയ്യാനുള്ള വണ്ടികളെല്ലാം ഇങ്ങോട്ട് എടുത്തിട്ട് ബാക്കിയുള്ള വണ്ടികൾ നമ്മൾ ആ ഗ്രൗണ്ടിൻ്റെ ഒരു അങ്ങറ്റത്തായിട്ടാണ് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്തേക്കുന്നത്. വണ്ടിയുടെ ഒരു സൗണ്ട് ഒക്കെ തന്നെ എന്ത് രസമാണല്ലേ. ഇതിൻ്റെ ലാസ്റ്റ് ഒരു ചിഹ്നമണിയും കൂടി വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ജസ്റ്റ് ഒന്ന് ഹെഡ്സെറ്റ് വെച്ചൊന്ന് കേട്ടോ നോക്ക്. അപ്പോൾ വണ്ടിയുടെ സൗണ്ടുകളൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ച് നമ്മളുടെ ശ്രുതിയുടെ അപ്ഡേറ്റിലേക്ക് വരാം. അപ്പോൾ ഇതിനകത്ത് വർക്ക് നടക്കുവാണ്. നമ്മൾ ഇന്നലെ കണ്ട പെട്ടികളും കാര്യങ്ങളെല്ലാം പൊട്ടിച്ചിട്ട് അതിനകത്തുള്ള ലൈറ്റുകളെല്ലാം എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈറ്റുകളെല്ലാം ഇതിനകത്ത് കയറണം. പിന്നെ അതായത് ഇതൊരു വെറൈറ്റി ലൈറ്റാണ് കേട്ടോ. ഈ ഒരു ലൈറ്റ് ഞാൻ വേറെ ഒരു വണ്ടിക്കകത്തും കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ അതിൽ വണ്ടിക്കകത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ലൈറ്റ് കാണുന്നത്. പിന്നെ ഇതിനകത്ത് ഇരുന്ന 2 ബാർ ലൈറ്റുകളാണ് അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു ക്യാബിനിലേക്കായിരിക്കും ഒന്നുകിൽ, അല്ലെങ്കിൽ ഒരെണ്ണം ഫ്രണ്ടിലും ഒരെണ്ണം ബാക്കിലും, അങ്ങനെയായിരിക്കും. എന്തായാലും 2 ലൈറ്റ് ഇരിപ്പുണ്ട്. ഇതിന് മൂവ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ വെറുതെ സ്റ്റാറ്റിക് ആയിട്ടിരിക്കുന്ന ലൈറ്റാണ്. പിന്നെ എനിക്കൊന്ന് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ അതായത് ഇവിടെ വീണ്ടും കറങ്ങുന്ന ഒരു ലൈറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിക്കകത്ത് ഒരു 4-5 തൂക്ക് ലൈറ്റുകൾ കയറുന്നുണ്ട് കേട്ടോ. അതിന് പുറമെ ഈ ഒരു 6 ഹെഡ് ലേസർ ഇരിപ്പുണ്ട്. ഇത് ഞാൻ ആദ്യം കരുതി 4 ഹെഡ് ലേസർ ആണെന്നാണ്. പിന്നെ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായി 6 ഹെഡ് ആണെന്ന്. പിന്നെ ഒരു ബാർ ലൈറ്റും കൂടിയൊക്കെ വരുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും. ഈ ഒരു 6 ഹെഡ് ലേസർ തന്നെ നല്ല രീതിയിൽ കവർ ചെയ്ത് നിൽക്കും. അപ്പോൾ ഈ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ സ്മോക്കെല്ലാം ഓൺ ആക്കിയിട്ട് ആ ഒരു ലേസറും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നതിൻ്റെ ഇത് കാണിച്ചു തരാം ഫൈനൽ ഔട്ടിനകത്ത്. അപ്പോൾ അതാ ഇവിടെ പഞ്ച് ബോക്സിൻ്റെ പെട്ടിയും കാര്യങ്ങളെല്ലാം കയറിയിട്ടുണ്ട്. ഇനി അതിനകത്ത് സബും കാര്യങ്ങളും കൂടി ആഡ് ചെയ്താൽ മതി. പിന്നെ നമ്മളുടെ ഇനി അടുത്ത ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ സീറ്റിൻ്റെ അടിയിൽ നമുക്ക് 2 സബ് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ പ്രിയൻ ഡിക്കി കയറിയിട്ട് അതിൻ്റെ അടിയിലത്തെ സീറ്റിൻ്റെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അകത്തുനിന്ന് ഈ സീറ്റ് റിമൂവ് ചെയ്തിട്ട് വേണം അതിൻ്റെ അടിയിൽ ഈ 2 സബിൻ്റെ ഇത് കയറ്റാനായിട്ട്. അപ്പോൾ നമ്മൾ 2 കുറ്റിയാണ് കയറ്റാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി പോയിട്ട് അതിൻ്റെ പരിപാടികളെല്ലാം നോക്കാം. പിന്നെ ഇവിടെ ക്യാബിൻ്റെ ഏകദേശം ഈ ഒരു രീതിയിലായിട്ടുണ്ട്. നമുക്ക് ബാക്കി വർക്കും കാര്യങ്ങളെല്ലാം അവിടെ ഞാൻ തന്നെ കയറും വേണ്ടിക്കകത്ത്. അതായത് ഇവിടെ അഖിലും പ്രിയദർശനും കൂടി ചേർന്നിട്ട് ഒരു സീറ്റ് അളക്കാനുള്ള പരിപാടികളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി അതിൻ്റെ കുഷനും കാര്യങ്ങളും എല്ലാവരും ഇളക്കി കഴിഞ്ഞു. അപ്പോൾ അടിയിൽ നിന്ന് പ്രിയൻ സ്ക്രൂ കൂടെ റിമൂവ് ചെയ്തതുകൊണ്ട് ഇനി ഇത് ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങ് പൊക്കി എടുത്ത് മാറ്റിയാൽ മതി. ഇനി ഇളക്കിയ സീറ്റ് അങ്ങോട്ടെല്ലാം മാറ്റി ഒതുക്കി വെച്ചിട്ട് വേണം നമുക്ക് ഇതിനകത്ത് സബും കാര്യങ്ങളെല്ലാം കൊണ്ട് കയറ്റാനായിട്ട്. ഈ ഒരു സീറ്റ് ഇളക്കിയ ഗ്യാപ്പ് നിങ്ങളിൽ അധികം പേര് കണ്ടിട്ടുണ്ടാവില്ല. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത്രയൊരു സ്പേസാണ് നമുക്ക് ഈ ഒരു ഏറ്റവും ബാക്കിലത്തെ ഒരു സീറ്റിൻ്റെ അടിയിൽ വരുന്നത്. അപ്പോൾ ചില വണ്ടികളിൽ ഇവിടെ സ്മോക്കും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്യാറ്. നമ്മൾ ഇതിൻ്റെ അടിയിൽ സബ്ബാണ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ 2 കുറ്റികളും ആ ഒരു ഗ്യാപ്പിനകത്ത് ഒതുങ്ങിയെങ്കിൽ ഇരുന്നുള്ളൂ. പിന്നെ അത് സെറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇതേപോലെ സീറ്റ് നേരത്തെ ഇരുന്നത് പോലെ തിരിച്ചെടുത്ത് വെച്ച് സെറ്റ് ചെയ്യാം. സീറ്റിൻ്റെ പുഷ് ബാക്കിനും ഒന്നും ഒരു കോട്ടോ കാര്യങ്ങളൊന്നും വരില്ല. അതേ രീതിയിൽ തന്നെ യൂസ് ചെയ്യാം. ഒരു സബ് അതിൻ്റെ ഇടയിൽ ഭാഗങ്ങൾ 2 ഒതുങ്ങിയെങ്കിൽ ഇരുന്നുള്ളൂ. അപ്പോൾ അഖിലിത ഇവിടെ അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വയറും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് സെറ്റ് ആക്കുവാണ്. അപ്പോൾ പ്രിയൻ സബ് എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇനി അവൻ ആ സബ് എടുത്തുകൊണ്ട് വരുന്നതിൻ്റെ വിഷ്വൽസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് ഞാൻ ഇടയ്ക്കൊന്ന് സ്റ്റോറി ഇട്ട് അത്യാവശ്യം വൈറലായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റയിൽ.
അങ്ങനത്തെ നമ്മളുടെ ബാക്കി വയറിംഗ് കിറ്റും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സബും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് കൂടുതൽ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ചിലപ്പോൾ ഒരു അവാർഡ് പടം പോലെ നിശബ്ദതയായിരിക്കും. കാരണം ഈ ഒരു സബ് സെറ്റ് ചെയ്യുന്നതിൻ്റെ വിഷ്വൽസാണ് ഞാൻ കൂടുതലായിട്ട് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതിന് എൻ്റെ ഒരു വോയിസ് ഓവറിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് കുറേ ഭാഗങ്ങളിൽ ഈ വോയിസും കാര്യങ്ങളൊന്നും ഞാനധികം സംസാരിക്കാതെ ബ്ലാങ്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സബും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത് നല്ല ക്ലിയർ ആയിട്ട് ഇങ്ങനെ നോക്കി കണ്ട് മനസ്സിലാക്കാം. ഇത് ശരി അങ്ങനെ ഒരു നിശബ്ദമായിട്ടുള്ള അവാർഡ് പടത്തിന് ശേഷം നമ്മളുടെ 2 സബ്ബുകളും വിജയകരമായിട്ട് അങ്ങനെ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ബാക്കിൽ ഈ ഒരു മേളിലിരിക്കുന്ന പഞ്ച് ബോക്സിനകത്തുള്ള 2 എണ്ണവും ഈ താഴെ കിടക്കുന്ന 2 കുറ്റിയായിട്ട് 4 സബ്ബ് ഇപ്പോൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് എന്തൊക്കെ ഐറ്റം കയറുമെന്നുള്ളത് ഞാൻ പുറകെ കാണിച്ചു തരാം. അപ്പോൾ ഇനി ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇനി ഈ സീറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യേണ്ടത്. ഇത് അഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി പാട് തിരിച്ച് സെറ്റ് ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രിയം വീണ്ടും ആ ഒരു ഡിക്കിക്കകത്ത് കയറിയിരിക്കുകയാണ്. അവൻ കയറിയിട്ട് അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം തിരിച്ച് സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ മേളിൽ നിന്ന് ടൈറ്റാക്കി കൊടുക്കും. അങ്ങനെ നമ്മൾ ആ ഒരു സബ് സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ ബാക്കിൽ നിന്ന് ഇളക്കിയ സീറ്റുകളും എല്ലാം തിരിച്ച് പഴയതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കാപ്പി കുടിക്കാം. അപ്പോൾ ഈ ഒരു വർക്ക് നടക്കുന്ന ഗ്യാപ്പിൽ സുഹിത്തേട്ടൻ മറ്റു കുറച്ച് ബണ്ണും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ബിന്നിച്ചേട്ടൻ നല്ല അടിപൊളി ഒരു കാപ്പിയും കൂടിയിട്ട്
അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ കുടിച്ച് ബണ്ണൊക്കെ കഴിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വർക്കിലേക്ക് കയറാം. ഇവിടുത്തെ ശ്രുതിയിൽ കയറാനുള്ള ബാക്കി സ്പീക്കറുകളുടെയൊക്കെ ക്ലോത്തിൻ്റെ പരിപാടിയെല്ലാം നടക്കുവാണ്. പിന്നെ അതേസമയം തന്നെ സന്ധ്യ പോയിട്ടിരുന്നിട്ട് അതിൻ്റെ ക്യാബിനിലേക്കുള്ള ലൈറ്റ് വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലോത്തുകളിലെല്ലാം പരിദർശനം അവിടെ നിന്നിട്ട് പശ വെച്ച് സെറ്റാക്കുവാണ്. പിന്നെ ഈ ഒരു പെട്ടികളിലെല്ലാം നമുക്കത് കവർ ചെയ്യണം. പിന്നെ ഈ ഒരു പെട്ടി അവിടെ കയറാനുള്ളതാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മളുടെ ഈ ഒരു കാപ്പി കുടിയെല്ലാം കഴിഞ്ഞിട്ട് പാവം പിടിച്ച നമ്മളുടെ പ്രെയിൻ ഇതുവരെ ഡിക്കിക്കകത്ത് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അവനതെല്ലാം ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് തിരിച്ചിറങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. അവനിപ്പോഴും അതിൻ്റെ ഒരു വർക്കിലാണ്. അപ്പോൾ ഇവിടെ ഇത്ര നടന്ന സമയത്ത് നമ്മളുടെ സുജിത്തേട്ടൻ കയറിയിട്ട് ആ ഒരു നരസിംഹയുടെ വർക്കും കാര്യങ്ങളെല്ലാം ഏകദേശം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ഔട്ടും കാര്യങ്ങളെല്ലാം പുള്ളിക്കാരൻ ചെക്ക് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സംഗീതം എന്നുള്ള വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മാക്സിമം ഹൈപ്പ് ചെയ്യാനായിട്ട് നോക്കണം. അതുപോലെ തന്നെ എല്ലാവരും ഈ ഒരു ചാനലിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി വയ്ക്കണം. നമുക്ക് വീണ്ടും കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. ഒരുപാട് അപ്ഡേറ്റുകൾ നല്ല കിടിലം വണ്ടികളുടെ വരുന്നുണ്ട്. അപ്പോൾ സംഗീതത്തിൽ നിന്നുള്ള മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.